പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം പറയുന്നു. അതിനായി കർത്താവ് ഒരു ദിവസം കൂടെ അനുവദിച്ചിനോർത്ത് യേശു ക്രിസ്തുവിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ആഴ്ചത്തെ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ നിങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞതാണ്. ഒന്ന്, നമ്മുടെ സ്വന്തം രാജ്യത്തു നിന്ന് കടന്നുപോയ ഒരു വിമാനം അപകടത്തിൽപ്പെടുകയും 240ഓളം ആളുകൾ മരിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ വാർത്ത കേട്ടു. അത് വലിയ വേദനാജനകവും വലിയ ഭയം ജനിപ്പിക്കുന്നതും വലിയ വിഷമം മനുഷ്യനുണ്ടാക്കിയതുമായ ഒരു രാജ്യത്തെ നടുക്കിയ സംഭവമായിരുന്നു. രണ്ടാമത്തെ സംഭവം നമ്മൾ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇസ്രായേലിലേക്കുള്ള പ്രശ്നങ്ങൾ. ഈ രണ്ട് രാഷ്ട്രങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളിൻ്റെ ചരിത്ര പശ്ചാത്തലവും അതിൻ്റെ ആത്മീയ പശ്ചാത്തലമെല്ലാം നമുക്കറിയാം. നമുക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇസ്രായേൽ എന്ന രാഷ്ട്രം എന്താണ്, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ മഹത്വം എന്താണ്, എന്തുകൊണ്ടാണ് ഇത്രയും ചെറിയ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഇന്നും ഇത്രയും വലിയ രാഷ്ട്രങ്ങളുടെ മുമ്പിൽ അതിശക്തമായ, ധീരമായ, ശക്തമായ ഒരു ഭരണഘടനയും ഒരു പട്ടാള സംവിധാനവും ഒരു ഇൻ്റലിജൻസ് സംവിധാനവും എല്ലാമായി എന്തുകൊണ്ട് ഇസ്രായേൽ നിലനിൽക്കുന്നു, എന്തുകൊണ്ട് ഇസ്രായേലിനെ പലരും വെറുക്കുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കറിയാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഇന്നേ വരെ മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞതും നിയമങ്ങൾ പാലിക്കുന്നതും നിയമത്തെ അറിഞ്ഞതും ദൈവം മനുഷ്യനും തമ്മിലുള്ള ബന്ധവും സൃഷ്ടിയെക്കുറിച്ചും എല്ലാ ലോകത്തിലെ സംഭവങ്ങളെക്കുറിച്ചും അടിസ്ഥാനപരമായി അറിയപ്പെടുന്നതും എഴുതപ്പെടുന്നതും ബൈബിൾ എന്ന ആ പുസ്തകത്തെ സംബന്ധിച്ചാണ്. എന്നാൽ ഈ ബൈബിൾ എന്ന സംഭവം വരുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൽ നിന്നാണ്. അപ്പോൾ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ മഹത്വം ചരിത്രപരമായും വേദപരമായും നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഒന്ന്, വിശുദ്ധ ഗ്രന്ഥം പറയുന്ന ഒരിക്കലും ഒരു സുവിശേഷം എന്നൊക്കെ പറയുന്ന ഒരു മതത്തിൻ്റെ ഭാഗം മാത്രമല്ല. ബൈബിൾ എന്ന് പറയുന്ന ഒരു ചരിത്ര പുസ്തകമാണ്, ഒപ്പം അതൊരു ആത്മീയ ഗ്രന്ഥവുമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധ സംഭവങ്ങൾ അത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെ തുടങ്ങിയിരിക്കുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ അറിയേണ്ടതും ആവശ്യമാണ്. അറിയിക്കുവാൻ നിങ്ങളെ ഞാൻ കടപ്പെട്ടവനുമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഞാനിതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 7 വർഷത്തെ ആഗോള യുദ്ധം ഉണ്ട്. അത് 2027 ആരംഭിക്കുമെന്നും അത് 2033 യുഗാന്ത്യമാണെന്നൊക്കെ എൻ്റെ ക്ലാസ്സുകളിൽ കിടപ്പുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഈ പശ്ചാത്തലം എവിടെ എത്തിയിരിക്കുന്നു, അത് നമ്മളെങ്ങനെ മനസ്സിലാക്കും? അതായത് വലിയൊരു ആഗോള യുദ്ധത്തിൻ്റെ തുടക്കം എവിടം വരെ എത്തി, ദൈവത്തിൻ്റെ ഇടപെടൽ എവിടെ വന്ന് നിൽക്കുന്നു, മനുഷ്യനും ചരിത്രവും എവിടെ എത്തപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ പറയുന്നത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 24-ാം തിരുവചനത്തിൽ നമുക്കിപ്പോൾ തുടങ്ങാം. ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം നമുക്ക് എവിടെയാണ് ചരിത്രഗ്രന്ഥത്തിൽ വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് നോക്കിയിട്ട് അവിടെ നമുക്ക് അല്പം മുന്നോട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ഇതിൻ്റെ അന്ത്യം, എവിടെയാണ് ഇങ്ങോട്ട് എത്താൻ പോകുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 24-ാം തിരുവചനം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്: എന്തെന്നാൽ സമയമായി, എല്ലാ ദർശനങ്ങളും പൂർത്തിയാകാൻ പോകുന്നു. ഇതാണ് ആദ്യത്തെ വചനം. എന്തെന്നാൽ സമയം ആയി, അടുത്തിരിക്കുന്നു എന്നല്ല വന്നിരിക്കുന്നത്, സമയമായി എന്നാണ് വന്നിരിക്കുന്നത്. അല്ലാണ്ട് സമയമായി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും എത്തി, ഉടൻ തന്നെ പലതും സംഭവിക്കാൻ പോകുന്നത്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എല്ലാ ദർശനങ്ങളും പൂർത്തിയാകാൻ പോകുന്നു. ഏശയ്യാ മുതൽ എസെക്കിയേൽ മുതൽ ജെറമ്യ, ധാരാളം പ്രവാചകന്മാരിലൂടെ സർവശക്തനായ പിതാവായ ദൈവം ഇസ്രായേലിന് കൊടുത്ത വെളിപാടുകളും ദർശനങ്ങളും അതോടനുബന്ധിച്ച് സഭയ്ക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൊടുത്ത ദർശനങ്ങളും കാഴ്ചപ്പാടുകളും വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളെല്ലാം പൂർത്തിയാകാൻ പോവുകയാണ്. ദൈവം മനുഷ്യനെ അറിയിച്ച എല്ലാ കാര്യങ്ങളും പൂർത്തിയാവുന്നു, നിവൃത്തിയാവുന്നു. ആ സ്റ്റേജിലേക്ക് ലോകം എത്തപ്പെട്ടിരിക്കുന്നു. രണ്ടാമതായി കുറച്ചുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉള്ളത്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 27-ാം തിരുവചനത്തിലേക്ക് വരണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 27-ാം തിരുവചനം. അവിടെ ഇങ്ങനെ കാണുകയാണ്. അവിടെ ഒരു സംഭവം നടക്കുന്നത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ നോക്കിയാലേ നമുക്ക് അതിനകത്തെ നിഗൂഢ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ സംഭവിച്ച ചില കാര്യങ്ങളെ
3000 വർഷങ്ങൾക്ക് മുമ്പ് സർവശക്തനായ ദൈവം എഴുതി വെച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ ഗ്രഹിക്കുമ്പോഴാണ് ഇതൊക്കെ എഴുതപ്പെട്ട വചനങ്ങൾ ഇപ്പോൾ സംഭവിക്കുമ്പോൾ പരമസത്യവും യാഥാർത്ഥ്യവുമാണ്. അതായത് യുഗം അവസാനിക്കുകയും ലോകം അവസാനിക്കുകയും പുതിയ ഒരു നരകം പാതാളം സൃഷ്ടിക്കപ്പെടുകയും സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുകയും ഇപ്പോൾ കാലഘട്ടം അങ്ങോട്ട് പോയി എന്നൊക്കെ എല്ലാം വിശ്വസിക്കാൻ നമുക്ക് ഉപോത്ബലകമായി നിൽക്കുന്ന വചനം ഏതാണ്? 11:27. ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് അവർ അസത്യം പറയും, പക്ഷേ ഒന്നും ഫലിക്കുകയില്ല. കാരണം അവസാനത്തിനുള്ള നിശ്ചിത സമയം ആസന്നമായിട്ടില്ല. നമുക്കറിയാം പ്രിയപ്പെട്ടവർ, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുന്നുകൊണ്ട് അവർ അസത്യം പറയും. നമ്മൾ കണ്ടതാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ കരാർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംഭാഷണം നടത്തി. 1 അല്ല 2 അല്ല 3 അല്ല 4 പ്രാവശ്യം നടത്തി. 5-ാം വട്ടം ചർച്ചയ്ക്ക് തയ്യാറെടുക്കുമ്പോഴാണ് യുദ്ധമുണ്ടായത്. നമുക്കറിയാം അവർ അസത്യമാണ് പറഞ്ഞത്. പിന്നെ അവർ പരസ്പരം പഴിചാരുകയും ചതിക്കുകയും ചെയ്യുന്ന അവസ്ഥ. കർത്താവ് പറയാണ്, അവർ ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുന്നുകൊണ്ട് അസത്യം പറയും. ഇപ്പോൾ എന്താണ്, ഞങ്ങൾക്ക് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ശക്തിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആണവായുധങ്ങളില്ല, അതുണ്ടാക്കാനുള്ള ശക്തിയില്ല, അതിൻ്റെ ആവശ്യങ്ങൾക്കില്ല, പിന്നെ അത് സിവിലിയൻ ആവശ്യത്തിനാണെന്നൊക്കെ അവർ പറയുന്നു. പക്ഷേ യാഥാർത്ഥ്യം ലോകത്തിനറിയാം. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു മേശയ്ക്ക് മുന്നിലുള്ള സംഭാഷണങ്ങൾ അത് തകർന്നുപോയി, അത് ഫലശൂന്യമായി, അത് നടന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതൊരു സംഭവമാണ്. ഇതെല്ലാം എല്ലാ ദർശനവും പൂർത്തിയാകുന്നു എന്നുള്ള വചനത്തിലേക്കാണ് പോകുന്നത്. ഇനി മത്തായിയുടെ സുവിശേഷം, ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പറയാം. അത് പഴയ നിയമഗ്രന്ഥത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, സുവിശേഷത്തിൽ എന്ത് വന്നിരിക്കുന്നു, ലേഖനങ്ങളിൽ എന്ത് വന്നിരിക്കുന്നു, വെളിപാട് ഗ്രന്ഥത്തിൽ എന്ത് വന്നിരിക്കുന്നു എന്ന് ഈ സംഭവങ്ങളെല്ലാം, ഇപ്പോൾ ആരംഭിച്ച യുദ്ധത്തെക്കുറിച്ചെല്ലാം ഈ ഓരോ ഗ്രന്ഥഭാഗങ്ങളിലും, സുവിശേഷത്തിൽ ഓരോ സെക്ഷനിലും ഓരോ ഭാഗത്തിലും എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണെന്നാണ് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനത്തിൽ എന്താണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. 8-ാം തിരുവചനത്തിൽ, ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. കർത്താവ് പറയുകയാണ്, ക്ഷാമങ്ങളും ഭോഗങ്ങളും ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. അവർ നിങ്ങളെ പീഡനത്തിൽ ലഭിച്ചു കൊടുക്കും, അത് വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് എല്ലാം വലിയ ഈറ്റുനോവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രസവ വേദന എന്ന് പറയുന്നത്. എന്ത് പ്രസവമാണ് ഇനി ലോകത്ത് നടക്കാനുള്ളത്? യേശു ക്രിസ്തുവിൻ്റെ പ്രസവം വലിയൊരു സംഭവമായി, ചരിത്ര സംഭവമായി ലോകത്ത് അന്ന് നിൽക്കുന്നു, ഇന്നും നിലനിൽക്കുന്നു. ക്രിസ്തു ഭൂമിയിൽ വന്നതും ജനിച്ചതും എല്ലാം നമുക്കറിയാം. അതൊരു വലിയ രഹസ്യ പദ്ധതിയായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ നമുക്ക് കിട്ടിയത്, കത്തോലിക്ക സഭയുണ്ടായത്, നാം എല്ലാം ക്രിസ്തുവിനെ അറിഞ്ഞത്, ലോകമെല്ലാം ക്രിസ്തുവിനെ അറിഞ്ഞത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. യഥാർത്ഥത്തിൽ സ്വർഗരാജ്യം, സ്വർഗം എന്നത് ഭൂമിയിലേക്ക് ഇറങ്ങി വരത്തക്ക രീതിയിൽ മനുഷ്യന് മരിച്ചവരെ ഉയർപ്പിച്ച്, അതായത് മരിച്ചവരാരും ഇനി ഉയർപ്പിക്കുമെന്ന് ഇന്ന് ഭൂമിയിൽ ആരും വിശ്വസിക്കുന്നില്ല. ഒരു വ്യക്തിയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതും ക്രിസ്തുവിൽ വിശ്വസിച്ചാലും മരിച്ച 1000 വർഷം 2000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ, അല്ലെങ്കിൽ 6000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആദവും ഹവ്വയും മുതൽ ഉള്ള ആളുകൾ ഉയർത്തെഴുന്നേക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു സൂപ്പർ വിഡ്ഢിത്തമാണെന്നാണ് പൊതുവെ മനുഷ്യൻ ചിന്തിക്കാൻ സാധിക്കുള്ളൂ. കാരണം മനുഷ്യൻ അത്രമാത്രം ദൈവിക ചിന്തയിൽ നിന്നും അകന്നുപോയി. സാത്താൻ്റെ പിടിയിലേക്കും അവൻ്റെ കാര്യങ്ങളിലേക്കും കടന്നുപോയ മനുഷ്യൻ, ഭൗതിക ചിന്ത മനുഷ്യനെ മൂടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊന്നും വിശ്വസിക്കാൻ മനുഷ്യന് യോഗ്യമല്ല, അതിനുള്ള ജ്ഞാനവും മനുഷ്യനില്ല. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇതെവിടെ എത്തി? ഇതൊരു വലിയ ഈറ്റുനോവിൻ്റെ ആരംഭത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ആ വലിയ പ്രസവം എന്ന് പറയുന്നതാണ് യുഗാന്ത്യം, ലോകാവസാനം, മറ്റൊന്ന് സ്വർഗവും പാതാളത്തിൻ്റെ വെളിപ്പെടലുകൾ. ഇനി അവിടെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അത് സുവിശേഷത്തിൽ പറഞ്ഞതാണ്, ഈശോ പറഞ്ഞതാണ്. അവിടുന്ന് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ നമുക്കറിയാം, കർത്താവ് പറഞ്ഞു, കൊരിന്തോസ്കാരുടെ ലേഖനം 10-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ഈ സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സമയം, കാലഘട്ടത്തെക്കുറിച്ച് അതിങ്ങനെ പറയുക, യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ ആ യുഗങ്ങളുടെ അന്തിമഘട്ടത്തിലേക്ക് വന്നു എന്ന് ലേഖനത്തിൽ പറയുന്നു. അവിടെ കുറച്ചുകൂടി വന്നാൽ ആ സമയത്ത് എന്താണ് സംഭവിക്കുക എന്നുകൂടി കർത്താവ് പറയുന്നുണ്ട്. അത് 2 പത്രോസ് 3:12 അവിടെ ഇങ്ങനെ പറയാം. 2 പത്രോസ് 3:12 ഇങ്ങനെ പറയുന്നത്, ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിവസത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യും. ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തെരികയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിവസം. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന, ഇതിപ്പോൾ ഒരു 500 വർഷങ്ങൾക്ക് മുമ്പ് പ്രഘോഷിക്കപ്പെട്ടാൽ ഈ ആകാശം എങ്ങനെയാണ് തീയിൽ വെന്തു നശിക്കുക, മൂലപദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് തീയിൽ വെന്തുരുക എന്ന് നമുക്കറിയില്ല. എന്നാൽ ഇന്ന് ലോകം അത് അറിയുന്നു.
ശാസ്ത്രീയമായിട്ട് അറിയുന്നു. അതായത് ആണവ സ്ഫോടനങ്ങൾ ഉണ്ടായാൽ ഏത് വസ്തുവിനെയും ദഹിപ്പിക്കാൻ, കത്തിച്ചു കളയാൻ തക്കവിധം വലിയ ശക്തി ഉള്ള ഒരു അഗ്നിയാണ് ആണവ ആയുധങ്ങൾ, ബോംബുകൾ എന്ന് വ്യക്തമായിട്ട് ലോകത്തിനറിയാം, ചരിത്രത്തിനറിയാം, സഭയ്ക്കും അറിയാം, എല്ലാവർക്കും. അപ്പോൾ ആ ഒരു പശ്ചാത്തലവും നമ്മൾ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എല്ലാ ദർശനങ്ങളിലും, ഇതൊക്കെ ദർശനത്തിൽ കൂടെ എഴുതി വെച്ച വചനങ്ങളാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ്, 3000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ. അപ്പോൾ പറയുന്നത് എല്ലാ ദർശനങ്ങളും പൂർത്തിയാകാൻ പോകുന്നു. അതുകൊണ്ട് പറയാണ്, ആകാശം തീയിൽ ബന്ധു ദശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തിരിക്കുകയും ചെയ്യുന്ന ആ ദിവസം എത്താൻ പോകുന്നു. അതിനുശേഷം അത് വെളിപാട് ഗ്രന്ഥത്തിലേക്ക് വരുമ്പോൾ എന്താണ്? വെളിപാട് ഗ്രന്ഥത്തിൽ വരുമ്പോൾ ഈ കാലഘട്ടം 2025 മെയ് മാസം എന്ന കാലഘട്ടത്തിൽ നമ്മളിരുന്ന് വെളിപാട് ഗ്രന്ഥം 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വചനങ്ങൾ ഈ 2025 പഠിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അവിടെ കർത്താവ് പറയാണ്, ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും വരാൻ പോകുന്നു. വെളിപാട് 21:1 അവിടെ ഇങ്ങനെ കാണുന്നു, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു, ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. അപ്പോൾ ആദ്യത്തെ ആകാശം എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ആകാശമാണ്, ആദ്യത്തെ ഭൂമിയാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി. ഇപ്പോൾ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ഭൂമിയുണ്ട്. അതാണ് ഈ ആദ്യത്തെ ആകാശം. എന്നാൽ ആദ്യത്തെ ആകാശവും ഭൂമിയും കടന്നുപോയി പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നു. അത് എങ്ങനെ സംഭവിക്കും? അത് സംഭവിക്കാനുള്ള ഒരേ ഒരു സത്യം എന്ന് പറയുന്നത് ആണവ സ്ഫോടനങ്ങളാണ്. ആണവ ആയുധങ്ങളുടെ സ്ഫോടനം, അതൊന്നും രണ്ടുമല്ല, ആയിരക്കണക്കിന് ആണവ സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും ഭൂമിയും കത്തിച്ചാമ്പലാവുകയും ഇതെല്ലാം കടന്നുപോയി പുതിയ ഒരു ആകാശവും പുതിയ ഭൂമിയും കടന്നു വരികയും ചെയ്യുന്ന ഒരു വലിയ സത്യം. ആ സത്യത്തിലേക്ക് എത്തുവാനുള്ള യുദ്ധത്തിൻ്റെ തുടക്കം, അതായത് ഗോഗ് യുദ്ധം, മാഗോഗ് യുദ്ധം, ലോകാവസാനം, അങ്ങനെ ഘട്ടം ഘട്ടമായി അത് തുടങ്ങുവാനുള്ള ആ പ്രാരംഭ യുദ്ധത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അത് കർത്താവ് പറയുന്നത്, അത് എങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നതെന്ന് ഒരു വചനത്തിൽ കൂടെ വെളിപാടിനത്തിൽ പറയുന്നത്. അത് വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 5-ാം തിരുവചനമാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു. ഇത് ഞാൻ മുൻപൊരു ക്ലാസ് ഇട്ടിട്ടുള്ളതാണ്. സകലതും എന്നതിൻ്റെ അർത്ഥവും സകലവും എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും അത് കേൾക്കാത്തവർക്ക് വേണ്ടി പറയുന്നത്, സകലതും എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളുടെയും രൂപാന്തരീകരണം, എല്ലാ വസ്തുക്കളും പുതിയ വസ്തുക്കളാക്കി മാറ്റുന്നു. സകലവും എന്ന് പറയുമ്പോൾ ആശയങ്ങൾ, എല്ലാ ലോകത്തിലെ ആശയങ്ങളും, എല്ലാ ഭരണ സംവിധാനങ്ങളും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, എൻ്റെ രാജ്യം ഐഹികമല്ല. ഐഹികമായിരുന്നെങ്കിൽ എനിക്ക് പോരാടാൻ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു സംവിധാനം എനിക്കുണ്ടാകും. എന്നാൽ ഐഹികം എന്ന് പറഞ്ഞാൽ ആശയപരമായത്, ഇപ്പോൾ കമ്മ്യൂണിസം, ജനാധിപത്യം, ഫെഡറൽ സംവിധാനങ്ങൾ, രാജഭരണം, മന്ത്രിസഭാ തലങ്ങൾ, ഇതെല്ലാം ഓരോ ജനാധിപത്യം, ഇതെല്ലാം ഓരോ ആശയങ്ങളാൽ നിർമ്മിതമാണ്. ഈ ആശയങ്ങളുടെ നിർമ്മിതം, അപ്പോൾ ആശയങ്ങളും പുതിയതാകാൻ പോകുന്നു, വസ്തുക്കളും പുതിയതാകാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ മനുഷ്യൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളും മാറി അത് ദൈവം എന്ന പരമസത്യയോട് ചേർന്നുള്ളതാകാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ തുടക്കമാണ് എസെക്കിയേൽ 12:24 പദ്ധതിക്കുന്ന എല്ലാ ദർശനങ്ങളും പൂർത്തിയാകാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഇറാനുമായിട്ടുള്ള ഈ പ്രശ്നം, ഈ യുദ്ധം ഇവിടെ പെട്ടെന്ന് തീരുമെന്നൊന്നും ആരും വിശ്വസിക്കേണ്ടതില്ല. ഇത് അതിൻ്റെ മറ്റ് തലങ്ങളിലേക്ക് ഘട്ടം ഘട്ടമായി കടക്കും. അങ്ങനെ 2027 എന്ന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ലോകം 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയും അത് ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും പൂർത്തീകരിക്കുന്ന വലിയൊരു സംഭവമായിട്ട്, ചരിത്രത്തിൻ്റെ സംഭവമൊന്നുമല്ല, പ്രപഞ്ചത്തിൻ്റെ സംഭവമായിട്ട് മാറും. പ്രപഞ്ചമാണ് മാറ്റപ്പെടുന്നത്. പിന്നീടാണ് പാതാളവും സ്വർഗവും പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. മരിച്ചവർ ഉയർക്കപ്പെടുന്നു, ഭൂമി കത്തിച്ചാമ്പലാകുന്നു, ആകാശം അപ്രത്യക്ഷമാകുന്നു, സൂര്യനും ചന്ദ്രനും ഇല്ലാതെയാകുന്നു, സൗരഗോളം ഇല്ലാതെയാകുന്നു. അതിനുശേഷം നിത്യപാതാളം എന്ന സംഭവം രൂപപ്പെടുന്നു, മറ്റൊന്ന് സ്വർഗം എന്ന മറ്റൊരു സ്ഥലം പ്രത്യക്ഷപ്പെടുന്നു. ഇത് പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ നിഗൂഢ രഹസ്യമാണ്. അതിൻ്റെ എല്ലാം മുന്നൊരുക്കമായി, അതിൻ്റെ എല്ലാം തുടക്കമായി ഇപ്പോൾ സംഭവിക്കുന്നതാണ് എസെക്കിയേൽ 12:24 എല്ലാ ദർശനങ്ങളും പൂർത്തിയാകാൻ പോകുന്നു. പ്രിയ സഹോദരരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട സത്യം, യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവ്, വലിയ ആഗോള യുദ്ധം, ലോക അവസാനം, അതൊക്കെ സംഭവിച്ച് മരിച്ചവർ ഉയർത്ത് ദൈവത്തോടു കൂടി ആകുന്ന ആ നിത്യജീവനിലേക്ക് എടുക്കപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്യുന്ന സംഭവത്തിൻ്റെ ആരംഭ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും വർഷങ്ങൾ, 2033 യുഗാന്ത്യമാണെന്നിരിക്കെ അങ്ങോട്ട് പോകാനുള്ള കാലഘട്ടം വിരലിലെണ്ണി തീർക്കുവാനുള്ളത് മാത്രമേ ഉള്ളൂ എന്നത് ആണ് ഏറ്റവും അത്ഭുതകരമായി, അല്ലെങ്കിൽ ഏറ്റവും അതിശയകരമായി, അല്ലെങ്കിൽ ഏറ്റവും അവിശ്വസനീയമായി നമ്മുടെ മുമ്പിലുള്ളത്. അല്ലെങ്കിൽ ഇതിനൊക്കെ 1000 വർഷം 2000 വർഷം കൂടെ കഴിഞ്ഞിട്ട്
10,000 കഴിഞ്ഞിട്ടെന്നൊരു ചിന്ത ആരിലും വേണ്ട. വിരലേൽ എണ്ണാവുന്ന വർഷങ്ങൾ പോലും നമ്മുടെ മുമ്പിലില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ എങ്ങനെ സത്യസന്ധമായി വിശുദ്ധിയോടെ നീതിപൂർവ്വമായിട്ട് ജീവിക്കാം എന്നുള്ളത് എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചുകൊള്ളുക, മനസ്സിലാക്കിക്കൊള്ളുക, ഗ്രഹിച്ചുകൊള്ളുക, എങ്ങനെയെങ്കിലുമൊക്കെ വിശുദ്ധിയോടെ ആയിരിക്കുക. അതേ എനിക്ക് ഇതിനോട് പറയാനുള്ളൂ. കാരണം ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാം പറയണം, എല്ലാ ദർശനങ്ങളും പൂർത്തിയാകാൻ പോകുന്നു. എന്തെന്നാൽ എല്ലാ ദർശനങ്ങളും പൂർത്തിയാകുന്നു. എസെക്കിയേൽ 12:24. പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങൾ ഞാൻ ഈ പശ്ചാത്തലത്തെ, ഇപ്പോൾ സംഭവിക്കുന്ന പശ്ചാത്തലത്തെ, ഇനിയിപ്പോൾ വിമാന അപകടങ്ങൾ ഇത് നമ്മൾ ഒന്നേ കണ്ടുള്ളൂ. ഇനി ഇതുപോലെ പല പല വിമാന അപകടങ്ങളും നമ്മുടെ കൺമുമ്പിലേക്ക് കടന്നു വരും. അത്രമാത്രം സാങ്കേതിക തകരാറുകൾ, നെറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ, അതിൻ്റെ വലിയ ദുരന്തങ്ങൾ ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇനി കൂടിക്കൂടി വരികയുള്ളൂ. മരണയുഗത്തിലാണ് നമ്മളുള്ളത്. ഇനിയും മരണയുഗത്തിൻ്റെ പല ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടതായിട്ടും വരും. അതിനാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ, ജീവിച്ചാലും ക്രിസ്തുവിൻ്റെ കൂടെ, മരിച്ചാലും യേശുവിൻ്റെ കൂടെ, ആ ഒരു കാഴ്ചപ്പാടിൽ വിശുദ്ധി പ്രാപിച്ചുകൊള്ളുക, ഒരുങ്ങിക്കൊള്ളുക. അതിനായി സർവശക്തനായ ഈശോനാഥൻ നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു തിരുവചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നെ ബുദ്ധിയിലും ശക്തിയിലും ജ്ഞാനത്തിലും വിവേകത്തിലും അടിയുറയ്ക്കുന്ന അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുത്തട്ടെ. അതിനായി നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ ഈശോ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.